അടുക്കളക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എൻ്റെ അമ്മമ്മയുടെ ഒരു സ്പെഷ്യൽ കറി. ഈ കറി നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അമ്മമ്മ ഇതിന് പറഞ്ഞ പേരാണ് പരിപ്പ് മുളീഷൻ. അപ്പോൾ പരിപ്പ് മുളീഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ക്ലീൻ ചെയ്ത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഏകദേശം 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു ഫുൾ ക്യാരറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്. ഉരുളക്കിഴങ്ങ് ഒരു ഫുൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. സവാള ഒരു പകുതിയേ എടുത്തിട്ടുള്ളൂ. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഒരു 15 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യണം. കാരണം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. പരിപ്പ് വെന്തതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കഷ്ണങ്ങളും വെന്തോളും. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരവാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരവാണ് ചേർത്തത്. ഞാനിവിടെ ഏകദേശം 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് നന്നായി അരച്ച് നമ്മുടെ പരിപ്പും ബാക്കി കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ആ ജാറിൽ ഇത്തിരി കൂടി തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ പരിപ്പിൽ ഈ തേങ്ങയും എല്ലാം കൂടി നന്നായി വെന്ത് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ തേങ്ങയരവ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങയരവ് ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളക്കണം. അതിനുശേഷം നമുക്കിതിനെ താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെക്കുക. പാൻ ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കായ്മുളക് എന്ന് വെച്ചാൽ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മളിതൊന്ന് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ പരിപ്പ് മുളീഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുക്കളക്കൂട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായും അടുക്കളക്കൂട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്